നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലുടനീളം സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. കണ്ണൂരിൽ മെയ് 8 മുതൽ 14 വരെ പോലീസ് മൈതാനിൽ അരങ്ങേറിയ മേള നാടിന്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക തനിമയും വിളിച്ചോതുന്നതായിരുന്നു. ആ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ണൂരിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലും സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൈവരിച്ച അഭിമാനകരമായ നേട്ടം സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വരാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അറിയേണ്ടവർ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കടം വല്ലാതെ പെരുകുന്നു എന്നാണ് പ്രചാരണം. എന്നാൽ സംസ്ഥാനത്തെ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം 36% 34% കുറഞ്ഞു. ഇനിയും കുറയും എന്നാണ് വസ്തുതയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നു. വലിയ സാമ്പത്തിക പ്രയാസമാണ്. പദ്ധതികളൊന്നും ഇവിടെ നടപ്പാകുന്നില്ല എന്നെല്ലാമുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ മുന്നിലെത്താറുള്ളത്. അത് ബോധപൂർവം സംഘടിപ്പിക്കുന്നവയാണ്. വേണ്ടത്ര സഹായം ലഭിക്കാതിരുന്നിട്ടും നമുക്ക് പുരോഗതി നേടാൻ കഴിഞ്ഞത് നമ്മുടെ തനത് വരുമാനം, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം, അതിൻ്റെ ഭാഗമായ വരുമാനം നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. 2023-24 72% തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കടം വല്ലാതെ പെരുകുന്നു എന്നാണ് ഒരു പ്രചരണം. സാധാരണഗതിയിൽ നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം അത് വർദ്ധിക്കുകയല്ല, കുറഞ്ഞു വരികയാണ്. നേരത്തെ അത് 36%, ഇപ്പോഴ് 34% കുറക്കാൻ നമുക്ക് കഴിയും. കണ്ണൂർ ജില്ലാതല യോഗത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നാടിന്റെ മുന്നേറ്റവും വികസനങ്ങളും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളും സമൂഹത്തിലെ വിവിധ മേഖലയിലെ പ്രതിനിധികളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സാഹിത്യകാരന്മാരായ ടി പത്മനാഭൻ, എം മുകുന്ദൻ, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ ഉൾപ്പെടെ 700-ലേറെ പേർ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച ഈ വികസന മുന്നേറ്റങ്ങളുടെ നേർക്കാഴ്ചകളായിരുന്നു കണ്ണൂർ പോലീസ് മൈതാനിയിലെ എൻ്റെ കേരളം മേള. വിവിധ സർക്കാർ വകുപ്പുകളുടെ 250-ലധികം സ്റ്റാളുകളാണ് മേളയിൽ അണിനിരന്നത്. ഓരോ സ്റ്റാളും വ്യത്യസ്തമായ അനുഭവങ്ങളും അറിവുകളുമാണ് സന്ദർശകർക്ക് സമ്മാനിച്ചത്. ശാരീരിക ക്ഷമത വീണ്ടെടുക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് കായിക വകുപ്പ് ഒരുക്കിയ സ്റ്റാൾ ഏറെ ശ്രദ്ധേയമായി. BMI പരിശോധന, പുഷ് ആപ്പ്, സിറ്റ് ആപ്പ് ചലഞ്ചുകൾ, ആർച്ചറി, ഡാർട്ട് ത്രോ, സ്കിപ്പിംഗ്, ഹൂല ഹൂപ്സ്, സ്വിംഗ് ബോൾ വ്യായാമങ്ങൾ കൂടാതെ മാനസിക ഉല്ലാസത്തിനായി ബോഡി മസാജ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഈ സ്റ്റാളിലെ പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കാനായി വിവിധ തരം ഗെയിമുകളും ആക്ടിവിറ്റികളുമാണ് കണ്ണൂരിലെ എൻ്റെ കേരളം മേളയിലുള്ള കായിക വകുപ്പിന്റെ തീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. BMI പരിശോധന, ചലഞ്ച് സോണിൽ പുഷപ്പ്, സിറ്റപ്പ്, ആർച്ചറി, ഡെർത്ത് ത്രോ, സ്കിപ്പിംഗ് റോപ്പ് തുടങ്ങിയ വിവിധ ആക്ടിവിറ്റികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫൺ സോണിൽ ഹൂല ഹൂപ്സ്, സ്വിസ് ബോൾ എക്സസൈസ് എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുമുണ്ട്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ബോഡി മസാജും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗവൺമെൻറ് നേട്ടങ്ങൾ, കായിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതിലുപരിയായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ബോധവൽക്കരണം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അത് ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ സന്ദേശയാത്രയും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഈ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടി ഇവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന 251 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും സ്റ്റാളുകളിലേക്ക് എത്തുന്നത്. വെർച്വൽ തിരമാലകളിലൂടെ നടന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി ഒരുക്കിയ സ്ഥലത്തെത്തുന്ന അനുഭവം സന്ദർശകർക്ക് നവ്യ അനുഭവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ സ്റ്റാൾ കേരളത്തിന്റെ ഗ്രാമീണതയും പാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു. ഓലക്കുടിൽ, മൺപാത്ര നിർമ്മാണം, നെൽപ്പാടം, ജലചക്രം എന്നിവ ഉത്തരവാദിത്ത ടൂറിസത്തിന് നേർക്കാഴ്ചയായി. ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ സ്റ്റാളിൽ മൺപാത്ര നിർമ്മാണത്തിൽ പങ്കുചേരാനും അവസരമുണ്ടായിരുന്നു. കാരവാൻ ടൂറിസത്തിന്റെ സാധ്യതകളും ഇവിടെ പരിചയപ്പെടുത്തി. കേരളത്തിന്റെ ഗ്രാമീണതയിലേക്ക് കാഴ്ചക്കാരെ എത്തിക്കുന്ന ചെറിയ ഓലക്കുടിൽ, അതിനോട് ചേർന്ന മൺപാത്ര നിർമ്മാണവും നെൽപ്പാടവും, കൂടാതെ വെള്ളം തേവാനുള്ള ജലചക്രവും വിനോദസഞ്ചാര വകുപ്പിന്റെ തീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം മാതൃകയാണ് സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തിരിക്കുന്ന പല വർക്കുകളുടെയും സ്റ്റിൽ ഫോട്ടോസ്, അതുപോലെ തന്നെ വീഡിയോ, അതൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പലതിൻ്റെയും റോഡ് ഫണ്ട്, RFPയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ അതായത് ഹിൽ ഹൈവേ, പിന്നെ കോസ്റ്റൽ ഹൈവേ, അതുപോലെയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ വിവിധ റോഡുകളുടെ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ വീഡിയോ, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമീണ ജനതയെ പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമീണ തലത്തിൽ ടൂറിസം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. താൽപ്പര്യമുള്ള ആളുകൾക്ക് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. തീം സ്റ്റാൾ കൂടാതെ കാരവാൻ ടൂറിസവും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വെഡിങ് ഡെസ്റ്റിനേഷൻ, പരമ്പരാഗതമായുള്ള കലനിർമ്മാണം, പിന്നെ പ്രദർശനത്തിനായി നമ്മൾ ഒരു LED വാളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മുഴുപ്പലങ്ങാട് തീരദേശപാത, മലയോരപാത, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, കണക്ടിവിറ്റി പാത തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിശാലമായ സ്റ്റീൽ മോഡലുകളും മറ്റു പ്രവർത്തനങ്ങളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാളിലേക്ക് കടന്നെത്താനുള്ള പാലവും ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്റ്റാളും ശ്രദ്ധേയമായി. മുഴപ്പിലങ്ങാട് തീരദേശപാത, മലയോരപാത, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, കണക്ടിവിറ്റി പാത തുടങ്ങിയ ജില്ലയിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളുടെ മാതൃകകളും വിശദാംശങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. സ്റ്റാളിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കിയ പാലം പോലും ആകർഷകമായിരുന്നു. മണ്ണ് സംരക്ഷണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ലളിതമായി വിശദീകരിക്കുന്നതായിരുന്നു മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സ്റ്റാൾ. നീർത്തടത്തിന്റെ മിനിയേച്ചർ രൂപത്തിലൂടെ വിവിധ മണ്ണ് സംരക്ഷണ രീതികൾ സന്ദർശകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിവിധയിനം മണ്ണിന്റെ സാമ്പിളുകളും സൗജന്യ മണ്ണ് പരിശോധനാ സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് പൊതുജനങ്ങൾക്കായി മണ്ണ് സംരക്ഷണത്തിന്റെ വിവിധ രീതികളും ഘട്ടങ്ങളും അടങ്ങിയ നീർത്തടത്തിന്റെ മിനിയേച്ചർ രൂപം ഒരുക്കിയിട്ടുള്ളത്. ഓരോ നീർത്തടത്തിലും എന്തൊക്കെ തരത്തിലുള്ള മണ്ണ് സംരക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണ് പര്യവേഷണം മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കേരളത്തിൽ നടപ്പാക്കുന്ന വിവിധ പ്രവൃത്തികളുടെ ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു നീർത്തടത്തിൻ്റെ മാതൃക. നീർത്തടത്തിൽ നമ്മൾ കൂടുതലായി ചെയ്യുന്ന വർക്കുകളായ കല്ല് കയ്യാല, മണ്ണ് കയ്യാല, മൺകുളം, കാട്ടുകൾ തടയണ, കരിങ്കൽ തടയണ, ഗാബ്രിയോൺ തടയണ, ചതുര കയ്യാല, കോണ്ടൂർ മൺകയ്യാല, കോണ്ടൂർ കല്ല് കയ്യാല തുടങ്ങിയതാണ് പ്രധാന വർക്കുകൾ. പിന്നെ കിണർ റീചാർജിങ്, അങ്ങനെയുള്ള
അതായത് മണ്ണും ജലവും സംരക്ഷിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വർക്കുകൾ കൂടുതലായും ചെയ്യുന്നത്. ഇവയ്ക്ക് പുറമെ വിവിധയിനം മണ്ണുകളുടെ സാമ്പിളുകളും ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സന്ദർശകർക്കായുള്ള സൗജന്യ മണ്ണ് പരിശോധനയും ഇവിടെയുണ്ട്. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ ഭൂജല വകുപ്പിന്റെ സ്റ്റാളും ശ്രദ്ധേയമായി. വീടുകളിലെ കിണർ റീചാർജിങ്ങിന്റെയും റിംഗ് ഫൈബർ തടയണകളുടെയും പ്രവർത്തന മാതൃകകൾ, മഴവെള്ള സംഭരണത്തിന്റെ ലളിതമായ രീതികൾ, ഭൂജല ലഭ്യത മനസ്സിലാക്കാനുള്ള ജിയോ ഫിസിക്കൽ സർവേയുടെ മാതൃക എന്നിവ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി. വീടുകളിലെ കിണർ റീചാർജിങ്ങിന്റെയും റിംഗ് ഫൈബർ തടയണകളുടെയും പ്രവർത്തന മാതൃകയിലൂടെയാണ് ഭൂജല വകുപ്പ് ജലസംരക്ഷണം വിശദമാക്കുന്നത്. മഴയിലൂടെ വീടിന്റെ മുകളിൽ പതിക്കുന്ന വെള്ളത്തെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിന്റെ മികച്ചതും ലളിതവുമായ വർക്കിംഗ് മോഡലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. റിംഗ് ഫൈബർ തടയണകളിലൂടെയുള്ള ജലസംരക്ഷണവും ഭൂചലനത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ജിയോ ഫിസിക്കൽ സർവേയുടെ പ്രവർത്തന മാതൃകയും സ്റ്റാളിലുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ കിണർ റീചാർജ് ചെയ്യാമെന്നുള്ള ഒരു മാതൃകയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റീചാർജിങ് പദ്ധതിയാണ്. ഇത് റൂഫിലേക്കുള്ള വെള്ളം നമ്മളൊരു ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് ആ ടാങ്കിൽ ഫിൽറ്റർ വെച്ച് നേരെ കിണറ്റിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതാണ് ഇൻസ്ട്രുമെൻ്റ്, റെസിസ്റ്റിവിറ്റി മീറ്റർ എന്ന് പറയും. ഇതിൽ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത് ഇവിടെ കാണുന്ന ലെയറിലേക്ക് വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകും. അതിന് കണക്കായിട്ട് ഒരു ഗ്രാഫ് പോലെ ഒരു കർവ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നത്. എത്ര ഡെപ്തിൽ വെള്ളം ഉണ്ടാവും, എത്ര ഡെപ്ത് വരെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്ന് മനസ്സിലാക്കാനാണ് ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിൽ ജലശുചീകരണ പ്രക്രിയ നേരിൽ കാണാമായിരുന്നു. ശേഖരിക്കുന്ന ജലം വിവിധ ഘട്ടങ്ങളിലൂടെ ശുദ്ധീകരിച്ച് വീടുകളിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ മിനിയേച്ചർ രൂപത്തിൽ സജ്ജീകരിച്ചിരുന്നു. കൊണ്ടുവരുന്ന ജലം സൗജന്യമായി പരിശോധിച്ചു നൽകാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു. കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിൽ ചെന്നാൽ ജലശുചീകരണ പ്രക്രിയ ലൈവായി കാണാം. ശേഖരിക്കുന്ന ജലം മണലിലൂടെയും മറ്റും ശുചീകരിച്ച് എല്ലാ പ്രക്രിയകളും കടന്ന് ശുദ്ധമായി വീടുകളിൽ എത്തിക്കുന്നതുവരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ വെള്ളം ശുദ്ധീകരിച്ചു പോകുന്നത്. ഏരിയേഷൻ, ഫ്ലോക്കുലേഷൻ, ക്ലാരിഫിക്കേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ എന്നീ പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നത്. ഇതിനാവശ്യമായ നമ്മുടെ പുഴയിലുള്ള വെള്ളം ട്രീറ്റ് ചെയ്യുകയും വിവിധ തലത്തിലൂടെ കടന്നതെന്ന് അത് ജനങ്ങൾക്ക് കുടിവെള്ളമായി എത്തിച്ചേരുകയും ചെയ്യുന്നു. കൂടാതെ ജലവുമായി സ്റ്റാളിൽ ചെന്നാൽ സൗജന്യമായി ജലപരിശോധന നടത്തിക്കൊടുക്കുകയും ചെയ്യും. കണ്ണൂരിന്റെ കാർഷിക പെരുമ വിളിച്ചോതുന്നതായിരുന്നു കൃഷി വകുപ്പിന്റെ സ്റ്റാൾ. കരിമ്പം ഫാമിൽ നിന്നുള്ള 2 കിലോ വരെ തൂക്കം വരുന്ന ഫ്രൂട്ട് ജാക്ക് മാങ്ങകൾ ഉൾപ്പെടെ 50-ലധികം വ്യത്യസ്ത ഇനം മാങ്ങകൾ കാഴ്ചക്കാർക്ക് വിസ്മയമായി. ഒപ്പം ചക്കകളും കിഴങ്ങുവർഗ്ഗങ്ങളും നാടൻ പച്ചക്കറികളും പ്രദർശനത്തിനുണ്ടായിരുന്നു. രണ്ട് കിലോ വരെ തൂക്കം വരുന്ന ഫ്രൂട്ട് ജാക്ക് മാങ്ങ മുതൽ 50ഓളം വെറൈറ്റി മാങ്ങകളാണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. കേരള കാർഷിക കർഷക വികസന വകുപ്പിന്റെ ജില്ലാ കൃഷിത്തോട്ടമായ കരിമ്പം ഫാം വികസിപ്പിച്ചെടുത്തതാണ് ഈ മാങ്ങകൾ. കരിമ്പം ഫാം 43 ഇനം മാങ്ങകളുടെ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാമിൽ 150ഓളം ഇനങ്ങൾ മാവുകൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 43 ഇനം മാങ്ങകളാണ് ഇവിടെ പ്രദർശനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തൈകളും കരിമ്പം ഫാമിൽ നിന്ന് കർഷകർക്ക് ലഭ്യമായിരിക്കും. അടുത്ത വർഷത്തോടുകൂടി വിവിധ ഇനങ്ങൾ മാങ്ങകൾ കണ്ടു പരിചയപ്പെടാൻ കൃഷിക്കാർക്കും പൊതുജനങ്ങൾക്കും അവസരം ഒരുക്കിയിട്ടുണ്ട്. മാങ്ങകൾക്ക് പുറമെ ചക്കകളുടെയും വ്യത്യസ്ത ഇനം കിഴങ്ങുവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രദർശനവും
സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. വ്യവസായിക പരിശീലന വകുപ്പിന്റെ സ്റ്റാളിലെ പ്രധാന ആകർഷണം എസ്ര എന്ന കുഞ്ഞൻ റോബോട്ടായിരുന്നു. കണ്ണൂർ ITIയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലോകത്തെവിടെയും നിന്ന് IoT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ റോബോട്ട് സാങ്കേതിക വിദ്യയുടെ പുത്തൻ സാധ്യതകൾ തുറന്നുകാട്ടി. വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു. പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് എസ്ര എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ റോബോട്ട് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ലോകത്ത് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റോബോട്ട് പ്രവർത്തിക്കുന്നത് IoT ടെക്നോളജിയിലാണ്. റോബോട്ടിനെ കൂടാതെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മിനിയേച്ചർ രൂപങ്ങളും സ്റ്റാളിൽ പ്രദർശനത്തിനുണ്ട്. ഇത് വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ സ്റ്റോളാണ്. നമ്മൾ കണ്ണൂർ ഗവൺമെൻറ് ITI സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ നിർമ്മിച്ച സാധനങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മളിപ്പം റോബോട്ട് എസ്ര ഉണ്ട്, പിന്നെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, പിന്നെ നമ്മൾ തന്നെ നിർമ്മിച്ച ആംപ്ലിഫയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രദർശനത്തിന് വെക്കുന്നത്. ആംപ്ലിഫയേഴ്സ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ എസ്ര റോബോട്ട് പ്രവർത്തിപ്പിക്കുന്നത് IoT ടെക്നോളജിയിലാണ്. നമുക്ക് ഇതിലൊരു വൈഫൈ കണക്ട് ആക്കിയാൽ ലോകത്ത് എവിടെ വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നോഡ് MCU ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കണ്ണൂരിന്റെ പര്യായമായ കൈത്തറിയുടെ സൗന്ദര്യവും നിർമ്മാണ രീതികളും നേരിട്ടറിയാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ സ്റ്റാൾ അവസരമൊരുക്കി. നെയ്ത്ത് യന്ത്രത്തിന്റെ പ്രവർത്തനവും നൂലുകൾ മനോഹരമായ തുണികളായി മാറുന്ന കാഴ്ചയും സന്ദർശകർക്ക് കൗതുകമായി. എംബ്രോയിഡറി വർക്കുകളും വിവിധയിനം നൂലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് കൈത്തറി യന്ത്രങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും കാണാൻ അവസരമൊരുക്കിയിട്ടുള്ളത്. തോട്ടടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിന്റെ സ്റ്റാളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും നമ്മൾ കണ്ണൂരിന്റെ ഒരു മുഖമുദ്രയായ കൈത്തറിയുടെ ഒരു തറിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ചട്ടത്തറിയാണ്, അതായത് ഫ്രെയിം ലൂം എന്ന് പറയുന്ന തറിയാണ് ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഡിസൈനിലൊക്കെ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഹണി കോംബ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ സ്റ്റാളിൽ നെയ്ത്ത് യന്ത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്നും നൂലുകൾ എങ്ങനെ ഭംഗിയുള്ള തുണികളായി മാറുന്നുവെന്നും സന്ദർശകർക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ പ്രത്യേക എംബ്രോയിഡറി വർക്കുകളും വിവിധയിനം നൂലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത് ടാപ്പസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വീവാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഗാന്ധിജിയുടെ ഫോട്ടോ ആണ് നിലവിൽ കൈകൊണ്ട് കോർത്തെടുത്ത് വെഫ്റ്റ് യൂസ് ചെയ്തിട്ട് കൈകൊണ്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാം. ഈ ഫോട്ടോസ് വെച്ച് അതിന്റെ മുകളിൽ അതുപോലെ വെവ്വേറെ പാറ്റേൺസിൽ കൈകൊണ്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കേരളം മേളയിലെ സിനിമാ പ്രദർശനം തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. 10 അടിയോളം നീളമുള്ള ഡിജിറ്റൽ വാളിൽ സിനിമയുടെ പോസ്റ്ററും സമയവും പ്രദർശിപ്പിച്ച ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ 20-ലധികം ക്ലാസിക് മലയാള സിനിമകൾ മിനി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. ചെമ്മീൻ, നിർമാല്യം, എലിപ്പത്തായം, കുട്ടിസ്രാങ്ക് തുടങ്ങിയ റീമാസ്റ്റർ ചെയ്ത സിനിമകൾ കാണാൻ നിരവധി പേരെത്തി. പഴയകാല സിനിമകൾ വീണ്ടും തിയേറ്റർ അന്തരീക്ഷത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞത് മുതിർന്ന തലമുറയ്ക്ക് ഗൃഹാതുരത്വമായ ഓർമ്മകൾ സമ്മാനിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ 20-ൽ-അധികം സിനിമയുടെ പ്രദർശനമാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ അതിമനോഹരമായി ഒരുക്കിയ മിനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. ഓരോ ദിവസവും പ്രദർശിപ്പിക്കുന്ന സിനിമകൾ പുറത്ത് തയ്യാറാക്കിയ വലിയ ഡിജിറ്റൽ വാളിൽ പോസ്റ്ററും സമയവും സഹിതം കാണിച്ചുകൊണ്ടാണ് മിനി തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത്. ചെമ്മീൻ, നിർമാല്യം, ആലീസിന്റെ അന്വേഷണം, എലിപ്പത്തായം, കുട്ടിസ്രാങ്ക്, പെരുന്തച്ചൻ തുടങ്ങി റീമാസ്റ്റർ ചെയ്ത മലയാളം ക്ലാസിക്കുകളാണ് പ്രദർശിപ്പിക്കുന്നത്.
തിയേറ്ററിൽ കാണാൻ കഴിയാതിരുന്ന സിനിമകൾ വീണ്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ കഴിയുക എന്നൊരു പ്രത്യേകതയും ഇതിനു പിന്നിലുണ്ട്. ഈ മിനി തിയേറ്ററിലൂടെ പുതിയൊരു സിനിമാ തിയേറ്റർ സംസ്കാരത്തിനു വഴിവെച്ചേക്കാം. ഇങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളും അനുഭവങ്ങളുമായിരുന്നു കണ്ണൂരിലെ എൻ്റെ കേരളം മേള സമ്മാനിച്ചത്. 7 ദിവസങ്ങളിലായി നടന്ന മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സേവനങ്ങളും പദ്ധതികളും അടുത്തറിയാൻ ഈ മേള അവസരമൊരുക്കി. മെയ് 14 മേളയ്ക്ക് തിരശ്ശീല വീണു. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. MLA ശ്രീ വി സുമേഷ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ മേളയിലൂടെ പൊതുജനങ്ങൾക്ക് സാധിച്ചുവെന്ന് MP അഭിപ്രായപ്പെട്ടു. മെയ് 8 ആരംഭിച്ച് 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയാണ് സമാപിച്ചത്. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കിയ പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം MP വി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. MLA വി സുമേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. പിണറായി സർക്കാർ 9 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് മേളയിലൂടെ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിച്ചുവെന്ന് MP പറഞ്ഞു. 7 ദിവസങ്ങളിലായി നടന്ന മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 200ഓളം സ്റ്റാളുകളായിരുന്നു പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. അറിവും വിനോദവും ഒത്തുചേർന്ന കണ്ണൂരിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നാടിൻ്റെ മുന്നേറ്റത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചുവെന്ന് നിസ്സംശയം പറയാം.